ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. അത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തല കുത്തനെ നിൽക്കുന്നത്. ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്ത അത്ര വീടുകൾ പോയിട്ടുണ്ട്. ಇದು ಮೇಲ್ಗಡೆ ಇದು ಗುಡ್ಡ ಐತಲ್ಲ ಸರ್, ಇದು ಗುಡ್ಡ ಪೂರಾ ಬಂದಿದೆ ಸರ್. ಇದು ಪೂರಾ ಬಂದ್ಬಿಟ್ಟು ಈಗ ಒಂದು ಟಿಪ್ಪರು ಒಂದು ಕಾರು ಮೇಲೆ ಬಂದಿದೆ. ಕಾರು ಮತ್ತೆ ಒಂದು ಟಿಪ್ಪರ್ ಪಟ್ಟಿಯಾಗಿದೆ. ಒಂದು ಗ್ಯಾಸ್ ಗಾಡಿನ ದೂಕಿದೆ ಸೈಡಿಗೆ. ಈಗ ಹಿಟಾಚಿ ವರ್ಕ್ ಮಾಡ್ತಾ ಇದೆ ಸರ್. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതാണ് മുണ്ടക്കായിൻ്റെ തുടക്കമാണ് കാണുന്നത്. മുണ്ടക്കായി പള്ളിൻ്റെ മിനാരം വരെ ഇവിടെ നോക്കിയാൽ കാണാം. ഏതാണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ ഏതാണ്ട് മുണ്ടക്കായിൻ്റെ നല്ലൊരു ശതമാനം പോയിട്ടുണ്ട്. മുണ്ടക്കായി ഇല്ലയെന്ന് തന്നെ പറയാം. മുണ്ടക്കായിൻ്റെ അങ്ങാടിയും അതോടനുബന്ധിച്ച സ്ഥലങ്ങളൊക്കെ തരിശായി. ഇപ്പോൾ ഇതാ നല്ല കുത്തൊഴുക്കുണ്ട്. കലങ്ങി വലിച്ച അതിലാണ് പുഴ പോയിരുന്നത്. അപ്പോൾ പുഴയൊക്കെ തല തിരിഞ്ഞ് ഇപ്പുറത്ത് കൂടെ ആയി. ഇവിടെ മുള്ളുണ്ട് കേട്ടോ, നോക്കിയായിരുന്നു മതി. ഇത് തീർത്തും ജനങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്ത് കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. അത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തല കുത്തനെ നിൽക്കുന്നത്. ആ കാറ് എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്ത അത്ര വീടുകൾ പോയിട്ടുണ്ട്. വയനാട് മുണ്ടക്കയിലെ ഉരുൾപൊട്ടലാണിത്. ഇവിടുത്തെ അമ്പലം, സ്കൂൾ കെട്ടിടം, വീടുകളെല്ലാം പോയി. ഓട്ടുപാറ സ്റ്റാൻഡിൽ വെള്ളത്തില് കാറിൽ വെള്ളം. ഓട്ടുപാറ സ്റ്റാൻഡിന്റെ അവസ്ഥയാണിത്. ഓട്ടുപാറ സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലത്തെ